ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ വീട്ടിലുണ്ടാക്കാറുള്ള ഒരു മുട്ടയപ്പമാണ്. ഇതിനു വേണ്ടി ആദ്യം തന്നെ 2 മീഡിയം സൈസ് സവാള, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ നന്നായി കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു ബൗളെടുത്ത് ഈ മുറിച്ച് വെച്ച സവാളയും പച്ചമുളകും കറിവേപ്പിലയും, പിന്നെ ഞാനിവിടെ 3 മുട്ട വെച്ചാണ് മുട്ടയപ്പം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 3 വലിയ സ്പൂൺ മൈദയും ചേർക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും ചേർക്കണം. ഇതിൽ വളരെ കുറച്ച് വെള്ളവും ചേർത്ത് നല്ല തിക്കായിട്ട് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം. ശേഷം പുഴുങ്ങി വെച്ച ഈ മുട്ട നേരെ പകുതിയായി മുറിച്ചെടുക്കാം. ശേഷം വീഡിയോയിൽ കാണും പോലെ ഈ കുഴച്ച് വെച്ച മാവിൽ മുട്ട നന്നായി കവർ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ നന്നായി തിളക്കുമ്പോൾ അതിലിട്ട് പൊരിച്ചെടുക്കാം. മുട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, മാവിൽ മുക്കി നമ്മൾ ഈ തിളച്ച എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് മുട്ടയുടെ കട്ട് ചെയ്ത ഭാഗം താഴെയായിട്ട് വേണം ഇടാൻ. അല്ലെങ്കിൽ ഈ മുട്ട പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതിൻ്റെ ഒരു സൈഡ് വെന്ത് നമ്മൾ മറ്റേ സൈഡ് മറിച്ചിടുന്ന സമയത്തും തീ നന്നായി കുറച്ചിട്ട് വേണം ചെയ്യാൻ. മുട്ടയപ്പം തന്നെ കുറേ മെത്തേഡിൽ ചെയ്യാറുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല റൈറ്റാണിത്. അപ്പോൾ ഈസി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ മുട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.